എൻക്രിപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെന്താണ് HTTP എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് റിക്വയർ സെക്യൂർ സോക്കറ്റ് ലെയർ അറ്റ് ട്രാൻസ്പോർട്ട് ലെയർ. മറ്റേതിൽ സെക്യൂർ ആയിരിക്കാം നമ്മളെ ഡാറ്റാസ്, അതേപോലെ എൻക്രിപ്റ്റ് കോഡ് അവൈലബിൾ ആയിരിക്കാം. ഇതിന് ഡീഫോൾട്ട് പ്രോട്ടോക്കോൾ ആണ് HTTP എന്ന് പറയുന്നത്, മറ്റേത് ഡീഫോൾട്ട് ആയിരിക്കില്ല. പിന്നെ ഇതിൻ്റെ URL ID എങ്ങനെയാണ് തുടങ്ങുന്നത്? HTTP നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ HTTP 2 ഇങ്ങനെയായിരിക്കും ഈ HTTPൻ്റെ തുടങ്ങുക. മറ്റേത് എന്തായിരിക്കും? HTTPS 2 അങ്ങനെയാണ് അതിൻ്റെ URL ID ഉണ്ടാവുക. ഈ URL ID വെച്ചിട്ടായിരിക്കും നമ്മൾ ഡാറ്റാസ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. പിന്നെന്താണ്, നമുക്ക് വാലിഡേഷൻ ഉണ്ടായിരിക്കില്ല HTTPയിൽ. മറ്റേതിലാകുമ്പോൾ നമുക്ക് എന്താക്കും, വാലിഡേഷൻ ഒരു ഡൊമൈൻ വെരിഫിക്കേഷനും നടക്കും. അതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. റീഡ് ചെയ്യുക നിങ്ങളിതൊക്കെ എല്ലാവരും ഇപ്പം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഫോർമാറ്റിലേക്ക് പഠിക്കുക എന്നുള്ളത് ഇതിലുള്ളൂ. ഓക്കെ, ഇതിനെന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? അതേപോലെ വെബ്സൈറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ വെബ്സൈറ്റ് അതോറിറ്റി വെബ്സൈറ്റ്സ് ഉണ്ടാവാം, ലീഡ് ജനറേഷൻ വെബ്സൈറ്റ് ഉണ്ടാവും, അതേപോലെ സെയിൽസ് വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. അതേപോലെ അതോറിറ്റിക്ക് ഒരു പ്രോപ്പർ അതോറിറ്റി, ഒരു ബിസിനസ് അതോറിറ്റി ലെവലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു വെബ്സൈറ്റ്. അതേപോലെ നമ്മളെ ജനറേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് പറയുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് വെബ്സൈറ്റ്. നമ്മളൊരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്, അത് നമ്മൾ പറഞ്ഞല്ലോ, വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, ഇന്നോവേറ്റീവ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ഇന്നോവേറ്റീവ് റിക്വയർമെൻറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് ദ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്. ദിസ് ഈസ് ബേസിക്കലി ഡിസ്കഷൻ ഓറിയൻറ്റഡ് സ്റ്റെപ്പ് ഇൻ വിച്ച് ദ ക്ലയൻറ്റ് ഷെയർസ് ഹിസ് ഐഡിയാസ്. അതായത് ഇന്നോവേറ്റീവ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഐഡിയ ഷെയർ ചെയ്യുക. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതും എങ്ങനത്തതാണ് വേണ്ടതെന്നുള്ളതും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്കൊരു ബേസിക് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റെപ്പാണ് ഈ ഇന്നോവേറ്റീവ് റിക്വയർമെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ഇൻഫോർമേഷൻ ഗ്യാതറിങ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻഫോർമേഷൻ ഗ്യാതറിങ് സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്കവറി ഫേസ്. ഇൻ ദിസ് ഫേസ് ദ ഡിസൈനർ portrays the client's vision into a paper and is most important phase of website design and development. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് എങ്ങനെയാണ്, ഒരു വെബ്സൈറ്റ് ഡിസൈനർ എടുത്ത് അല്ലേ ഡെവലപ്പർ എടുത്ത് പോയിട്ടാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ഐഡിയ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അയാൾ നമ്മളെ ഐഡിയാസ്, നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ചെയ്തിട്ട് അതിനൊരു ഡിസൈൻ, നമ്മുടെ വിഷൻ അനുസരിച്ച് അയാൾ അത് ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. അതാണ് ഇൻഫോർമേഷൻ ഗ്യാദറിങ് സ്റ്റേജിൽ. മൂന്നാമത്തത് പ്ലാനിങ്. പ്ലാനിങ്ങിൽ എങ്ങനെയാണ്? ഗുഡ് വെബ്സൈറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഗുഡ് പ്ലാനിങ്. ആഫ്റ്റർ ദ ഇൻഫോർമേഷൻ ഗ്യാദറിങ് പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്ലാനിങ് ഈസ് നത്തിങ് ബട്ട് പ്രയോറിറ്റൈസ് ടാസ്ക് ആൻഡ് വെബ്സൈറ്റ് കംപ്ലീഷൻ. അതായത് പ്ലാൻ ചെയ്യുക, നമ്മൾ ഇത്രയും കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ രീതിക്ക് ക്ലയൻറ്റിന് എന്താണോ വേണ്ടതെന്നുള്ള രീതിക്ക് അയാൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ട് എടുക്കുക. നമ്മളെ കണ്ടൻറ്റ്, അതിൽ എന്തൊക്കെ മെനൂസ് വേണം എന്നുള്ളത്, എങ്ങനത്തെ ഡിസൈൻസിൽ വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കുക. ദെൻ വെബ് ഡിസൈൻ ചെയ്യാം. അതായത് ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്, അതിൻ്റെ ലുക്ക്, അതിൻ്റെ നമുക്ക് എന്ത് രീതിയിൽ വേണം, അതിൻ്റെ സ്ലൈഡ് മോഡുലേഷൻ എങ്ങനെയാണ്, ഇത് രീതിയിൽ ഒരു ഓഡിയൻസിന് യൂസർ ഫ്രണ്ട്ലി ആവണോ അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവണോ, എങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്തെടുക്കുക. അതിന് ഡെവലപ്പ് ചെയ്യുക. വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റിങ് ഫേസ് ആണ് വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുക. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഫേസ് where the actual website start its implementation. The development phase is also a very crucial phase for the web design ആണ്. ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആണ് ഒരു വെബ് ഡിസൈനിനെ സംബന്ധിച്ച്, വെബ് ഡിസൈൻ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ദെൻ ടെസ്റ്റ് നടത്തുക, ദെൻ അതിനെ മെയിൻ്റനൻസ് ചെയ്യുക. അപ്പോൾ അത്രയും സ്റ്റെപ്സ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇന്നോവേഷൻ റിക്വയർമെൻറ്റ് പ്ലാൻ ചെയ്യുക. അവിടുന്ന് അതെന്ത് ചെയ്യുക, ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു, വെബ് ഡിസൈൻ ചെയ്യുന്നു. ദെൻ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. വെബ് ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണം. ദെൻ അതിനെന്ത് ചെയ്യുക, മെയിൻ്റനൻസ് ചെയ്യുക. അത്രയും സ്റ്റേജസ് ആണ് വരുന്നത്. പിന്നെന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്. വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
Website hosting services is a type of internet hosting service that allows individuals and organizations to make their website accessible via World Wide Web. അതായത് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യാണെന്നുള്ളത് എല്ലാ വേൾഡ് വൈഡ് വെബ്, അതാണ് ഈ WWW കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേൾഡ് വൈഡ് വെബ് എല്ലാവർക്കും അതെന്താവുന്നുണ്ട്, ആക്സസബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് എന്താ പറയുക, ഉറപ്പാക്കുക. ദെൻ എന്താണ്, വെബ് ഹോസ്റ്റ് ആർ കമ്പനീസ് ദാറ്റ് റെന്റ് ഔട്ട് ദെയർ സർവീസസ് ആൻഡ് ടെക്നോളജീസ് ടു ഹോസ്റ്റ് വെബ്സൈറ്റ്സ് ഓൺ ദ ഇൻ്റർനെറ്റ്. അല്ലേ, നമ്മൾ ഇൻ്റർനെറ്റിൽ ഈ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് നമുക്കതെന്താണ് ആക്സസബിൾ ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് ദ ഹോസ്റ്റിംഗ് കമ്പനി ഹോസ്റ്റ് ദ വെബ്സൈറ്റ്, യൂസേഴ്സ് ക്യാൻ ആക്സസ് ഇറ്റ് ബൈ ടൈപ്പിംഗ് ഇൻ ദ വെബ് അഡ്രസ് ഡൊമൈൻ നെയിം ഇൻ ദെയർ വെബ് ബ്രൗസർ. അതായത് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, ഒറ്റ പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് ചെയ്യാം, നമ്മൾ ഈ വെബ്സൈറ്റ് അടിച്ച് അല്ലെങ്കിൽ വെബ് അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ വേൾഡ് വൈഡ് വെബ് എന്താവും, നമുക്കത് റീച്ച് ആക്സസബിൾ ആവും എന്നാണ് പറയുന്നത്. ദെൻ എന്താണ്, ഓൾ വെബ്സൈറ്റ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് നീഡ് വെബ് ഹോസ്റ്റിംഗ്. എല്ലാ ഇൻ്റർനെറ്റിലെ എല്ലാ വെബ്സൈറ്റ്സിനും ഹോസ്റ്റിംഗ് എന്താണ്, കമ്പൽസറി ആണ്. വൺസ് ഹോസ്റ്റിംഗ് നടന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്കത് എല്ലാവർക്കും അത് ആക്സസബിൾ ആയിട്ട് കിട്ടുള്ളൂ. ടൈപ്സ് ഓഫ് വെബ്സൈറ്റിംഗ് ഹോസ്റ്റിംഗ് ഏതൊക്കെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. അതായത് ഷെയർഡ് ഹോസ്റ്റിംഗ് വരുന്നുണ്ട്, ദെൻ എന്താണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ്, ദെൻ ഡെഡിക്കേറ്റഡ് സെർവർ ഹോസ്റ്റിംഗ്, ദെൻ ക്ലൗഡ് ഹോസ്റ്റിംഗ്, മാനേജ്ഡ് ഹോസ്റ്റിംഗ്, co-location web hosting services, clustered hosting, grid hosting. ഇത്രയും വെബ്സൈറ്റ് ഹോസ്റ്റിങ്ങിന് ടൈപ്സ് ആണിത്. ഇത്രയും ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വെബ്സൈറ്റിനെ നമ്മൾ ഹോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ.